കഴിഞ്ഞ ദിവസവും അമേരിക്കൻ മാർക്കറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും ചെയ്തു. നാസ്ഡാക്ക് 1.12%, S&P 0.60%, ഡോ ജോൺസ് 0.42% ഇടിഞ്ഞു. യൂറോപ്യൻ മാർക്കറ്റിൽ ഡാക്സും CSEയും പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയപ്പോൾ ഫഡ്സെ ഫ്ലാറ്റ് നെഗറ്റീവ് സൈഡിലുള്ള ക്ലോസിംഗ് ആണ് നൽകിയത്. ഡാക്സ് 0.5%, CSE 0.16% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. ഇന്ത്യൻ മാർക്കറ്റിലും വീക്ക്നെസ് പ്രകടമാണ്. വരും ദിവസങ്ങളിൽ മാർക്കറ്റ് 25,100 മുകളിൽ സസ്റ്റെയിൻ ചെയ്തില്ല എങ്കിൽ, അല്ലെങ്കിൽ 25,100 മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയില്ല എങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും 24,900 എന്ന സപ്പോർട്ട് നഷ്ടമാവുകയാണെങ്കിൽ. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് റിലയൻസ് ഇൻഡസ്ട്രീസ്. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ 47ാമത്തെ AGM ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ആഗസ്റ്റ് 29-ാം തീയതിയാണ് AGM. അതോടൊപ്പം തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസും വാൾട്ട് ഡിസ്നി ഇന്ത്യയും തമ്മിലുള്ള 70,350 കോടി രൂപയുടെ മെർജറിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചു. PB ഫിൻടെക്കിലെ പ്രമുഖ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയായ ടെൻസൻ ക്ലൗഡ് യൂറോപ്പ് PB ഫിൻടെക്കിൻ്റെ 2.1% സ്റ്റേക്കുകൾ ബ്ലോക്ക് ഡീൽ വഴി സെൽ ചെയ്യും. 1,660 രൂപ പെർ ഷെയർ എന്ന ഫ്ലോർ പ്രൈസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്റർഗ്ലോബ് ഏവിയേഷനിൽ പ്രൊമോട്ടർ കമ്പനിയുടെ $850 മില്യൺ തുല്യമായ ഷെയറുകൾ സെൽ ചെയ്യും. 4,593 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള സെല്ലിംഗ് ആണ് നടക്കുക. മാക്രോടെക് ഡെവലപ്പേഴ്സ് 2 കമ്പനികളെ അക്വയർ ചെയ്തിട്ടുണ്ട്. ഓപെക്സ് എഫി സർവീസ് എന്ന കമ്പനിയുടെ 100% സ്റ്റേക്കുകൾ 46.7 കോടി രൂപയ്ക്കും, ഒൺബോക്സ് വെയർഹൗസ് എന്ന കമ്പനിയുടെ 100% സ്റ്റേക്കുകൾ 49.09 കോടി രൂപയ്ക്കും അക്വിസിഷൻ നടത്തി. ഈ അക്വിസിഷന് ശേഷം ഈ 2 കമ്പനികളും മാക്രോടെക് ഡെവലപ്പേഴ്സിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനികളായി പ്രവർത്തിക്കും. KEC ഇൻ്റർനാഷണൽ എന്ന കമ്പനിക്ക് യുണൈറ്റഡ് അറബ് എമിറേറ്റിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട ഓർഡറുകളും അതുപോലെ തന്നെ പുതിയ ഓർഡറുകൾ ലഭിച്ചിട്ടുണ്ട്. നാൽക്കോ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. നാൽക്കോ ഹിന്ദുസ്ഥാൻ കോപ്പർ, മിനറൽ എക്സ്പ്ലോറേഷൻ ആൻഡ് കൺസൾട്ടൻസി തുടങ്ങിയ കമ്പനികൾ ഓയിൽ ഇന്ത്യയുമായി ചേർന്ന് എക്സ്പ്ലോറേഷൻ പ്രോജക്റ്റിന് വേണ്ടി മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. 197 കമ്മ്യൂണിക്കേഷൻ്റെ സബ്സിഡറി കമ്പനിയായ പേടിഎം പേയ്മെൻറ്റ് സർവീസ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ ലൈസൻസ് റീസബ്മിറ്റ് ചെയ്യാനുള്ള ഓർഡർ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൽ നിന്നും ലഭിച്ചു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പേടിഎം എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വേദാന്ത ബോണസുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 2-ാം തീയതിയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിരിക്കുന്നത്. ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് ഇന്നത്തെ ദിവസം വേദാന്ത എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. വരും സമയങ്ങളിൽ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്ക് NLC ഇന്ത്യയാണ്. NLC ഇന്ത്യ തെലങ്കാനയിലെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുമായി ചേർന്ന് 200 മെഗാവാട്ട് സോളാർ പവറിൻ്റെ പവർ സെയിൽ എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അന്നപൂർണിമ സ്വാദിത് എന്ന കമ്പനി QIP വഴി ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ഏകദേശം 434 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള ഫ്ലോർ പ്രൈസിലായിരിക്കും അന്നപൂർണ എന്ന കമ്പനി അതിൻ്റെ സ്റ്റേക്കുകൾ വിറ്റഴിക്കുക. വിപ്രോ എന്ന കമ്പനി ചൈനയിലെ സബ്സിഡറി കമ്പനിയായ ക്യാപ്കോ കൺസൾട്ടിംഗ് സർവീസിനെ ലിക്വിഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ലെമൺ ട്രീ ഹോട്ടൽസ് മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ 72 റൂമുള്ള ഒരു ഹോട്ടൽ പ്രോപ്പർട്ടി ലൈസൻസ് എഗ്രിമെൻറ്റ് വഴി അക്വയർ ചെയ്തു. ടാറ്റ സ്റ്റീൽ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ടി സ്റ്റീൽ ഹോൾഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 178 കോടി ഷെയറുകൾ ടാറ്റ സ്റ്റീൽ $280 മില്യൺ അക്വയർ ചെയ്തിട്ടുണ്ട്. P&G ഹെൽത്ത് കെയർ എന്ന സ്റ്റോക്കും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. P&G ഹെൽത്ത് കെയറിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നു. ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 46% ഇടിഞ്ഞു. 181 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 81 കോടിയിലേക്കാണ് ഇടിഞ്ഞിരിക്കുന്നത്. കമ്പനിയുടെ റവന്യൂ 9% വളർന്ന് 931 കോടിയായി രേഖപ്പെടുത്തി. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 95 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. ഇൻഫിനിറ്റി പാർട്ട്നേഴ്സ് GMM ഫോൾഡർ എന്ന കമ്പനിയുടെ 9.17% സ്റ്റേക്കുകൾ 1,352 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ അക്വയർ ചെയ്തു. ഏകദേശം 557 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇൻഫിനിറ്റ് പാർട്ട്ണർ എന്ന കമ്പനി GMM ഫോൾഡർ എന്ന കമ്പനിയിൽ നടത്തിയിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.